എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ മുതല്? നമുക്ക് എൻഡവർ പോലെ തന്നെ താല്പര്യമുള്ള വേറൊരു വണ്ടിയാണ് ഈ ഒരു മിറ്റ്സൂഷിയുടെ പജറോ സ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 6 മാസം മുന്നേ ഇതേ സെയിം ഡ്യുവൽ കളർ ടോണിലുള്ള ഒരു പജറോ സ്പോർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, 2017 മോഡൽ. അപ്പോൾ അതിന് ധാരാളം കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ വണ്ടി വിറ്റ് നാട്ടിൽ ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഏതായാലും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് എന്താ പറയുക, നല്ല മെക്കാനിക്കൽ കണ്ടീഷൻ, അതുപോലെ തന്നെ നല്ല ബോഡി ഷേപ്പ്. നമ്മൾ ഒരു യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് പജറോ സ്പോർട്ടൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ കളർ ചോയ്സ്. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു കളറാണ് പജറോ സ്പോർട്ടിനകത്ത് ഈ ഒരു കളർ, അതായത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അതുപോലെ തന്നെ 4x2 ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണറാണ്, റീപ്ലേസ്മെൻ്റ് ഇല്ല. 98,000 മാത്രമാണ് ഓടിയിട്ടുള്ളത്. നല്ലൊരു സ്പെക്കിൽ കിടക്കുന്ന ഒരു യൂസ്ഡ് പജറാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോക്കകത്ത് നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ചൊരു സ്പെക്ക് കാര്യങ്ങൾ, വില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. കാരണം നമ്മളെല്ലാവരും ഇങ്ങനത്തെ ഈ ഒരു പജറോ പോലത്തെ വണ്ടികളൊന്നും ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ കുറച്ച് വണ്ടിയോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഈ പജറോ സ്പോർട്ട് പോലുള്ള വണ്ടികളൊക്കെ എടുക്കാം. അപ്പോൾ അവർ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. 2016 മോഡലാണ്, മാനുഫാക്ചറിങ് 60ലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രജിസ്ട്രേഷനും 16 തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 98,000 മാത്രമാണ് ഓടിയിട്ടുള്ളത്. 4x2 ഓട്ടോമാറ്റിക്കിലുള്ള വാഹനമാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബോഡി ക്വാളിറ്റിയാണ്. ഏകദേശം ഒരു 95% ഒറിജിനൽ പെയിൻറ് തന്നെയാണ്. ഏതോ ഒരു ഡോറിൻ്റെ ചെറിയ പോർഷനിൽ മാത്രമാണ് റീപെയിൻറ്റ് കയറിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒറിജിനൽ പെയിൻ്റാണ് വാഹനത്തിൽ കിടക്കുന്നത്. നല്ല മെക്കാനിക്കൽ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല. സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 9,75,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഡൽഹിയിലത്തെ പ്രൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ മറ്റ് ചിലവുകൾ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. വാഹനത്തിൻ്റെ പ്രൈസ് 9,75,000 രൂപ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് തുടക്കം തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനിയും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അടിപൊളി ബോഡി ക്വാളിറ്റി അല്ലേ? നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതേപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ കണ്ടീഷൻ. ഈ ഒരു ഏരിയയിലാണ് റീപെയിൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ചെറിയൊരു ഏരിയയിൽ ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. നമ്മൾ ആ ഒരു എൽക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് ബാക്കിയെല്ലാം ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 70-80%. ഫ്രണ്ടത്തെ ടയർ ഒരു 80% ഉണ്ടാവും, പുറകത്തെ ടയർ നമുക്കൊരു 60% കേട്ടോ. ആ റേഞ്ചിലാണ് ഈ ഒരു സൈഡിലെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസും ഇതും എല്ലാ ഡോറും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളും ഒക്കെ ഒറിജിനൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. 2016 വണ്ടിയാണ്, 10 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. എന്നിട്ടും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. കെൻവുഡിൻ്റെ സ്റ്റീരിയോ, സാധാരണ മിറ്റ്സുബിഷിക്കകത്ത് കെൻവുഡിൻ്റെ സ്റ്റീരിയോ ആണ് വരിക. ഇതെല്ലാം വർക്കിംഗ് ആട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. 4x2 ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ സംഭവങ്ങൾ. പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് വീൽ ബട്ടൺസ്, എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഒറിജിനൽ സ്റ്റോക്കായിട്ട് കമ്പനി ഇറങ്ങിയ സമയത്ത് എങ്ങനെയാണോ, ഏത് സീറ്റ് കവറാണോ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെയാണ് വാഹനത്തിൻ്റെ ഉള്ളത് ഇപ്പോഴും ഉള്ളത്. യാതൊന്നും റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ യാതൊരു എക്സ്ട്രാ ആക്സറീസോ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ വണ്ടി പജറോ എങ്ങനെയാണോ ഇറങ്ങിയത് അതേപോലെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ്. പിന്നെ റൂഫ് ഒരു അടിപൊളി, എന്താ പറയുക, ഒരു നല്ലൊരു റൂഫ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് മുകളിൽ കിടക്കുന്നത്. യാതൊരു രീതിയിലുള്ള തൊപ്പ പൊന്തലോ അല്ലെങ്കിൽ കീറലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു റൂഫാട്ടോ കിടക്കുന്നത്. പുതിയൊരു വണ്ടിയുടെ റൂഫ് എങ്ങനെയാണോ ആ ഒരു ക്വാളിറ്റി തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് ഉള്ളിൽ വേറെ ഫ്രണ്ടിൽ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുക. ഇത് നമ്മൾ ആ ഒരു നല്ലൊരു ക്വാളിറ്റി കിടക്കുന്ന ഒരു വണ്ടിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അങ്ങനെ വർണ്ണിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിനി പുറകത്തെ സീറ്റ് നോക്കാം. യെസ്, ഇതിൻ്റെ മുകളിലും സീറ്റിൻ്റെ മുകളിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഡോർ പാഡും ഒക്കെ നീറ്റാട്ടോ. സീറ്റിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ആ ഒരു ഗ്രെയിൻസിനിടയിലൊക്കെ കുറച്ച് ചെളികളുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളൊന്ന് ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യണം സീറ്റിൻ്റെ മുകളിൽ നിന്ന് പോകാനായിട്ട്. പിന്നെ ഈ ഒരു കാല് തട്ടുന്ന ഭാഗത്തൊക്കെ കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതല്ലാതെ വേറെ കീറലും അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പുറകിലാണെങ്കിൽ റൂഫ് നല്ല ക്ലീനാണ്. ഈ പുറകത്തെ ഡോർ പാഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും നല്ല ക്ലീനാട്ടോ. ഇവിടെ ഒരു വുഡൻ ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോ ബട്ടൺസ്, ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഏറ്റവും പുറകിലത്തെ തേർഡ് റോ നോക്കാം.
തേർഡ് റോയ്ക്കകത്ത് നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. യെസ്, ഇതിൻ്റെ സീറ്റൊക്കെ നമുക്ക് ഫുള്ളായിട്ട് മടക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പീസ് പൊക്കി അങ്ങോട്ടാക്കിയിട്ട് നമുക്കിത് മടക്കി വെക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു കണ്ടോ. ഈ സീറ്റ് ഇപ്പോൾ ഇങ്ങോട്ടാവും, ഇരിക്കുന്ന സ്ഥലം ഇങ്ങോട്ടാവും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ചാരുന്ന ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും സ്ഥലം ഫ്ലാറ്റ് ബെഡ് ആയിട്ട് നമുക്ക് ഇത്രയും സ്ഥലം കിട്ടും. അങ്ങനെ നമുക്ക് പജറോയ്ക്കകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ എക്സ്ട്രാ ആക്സറീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് വെക്കുക. ഓക്കെ, ഏതായാലും ഈ ഒരു സീറ്റും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ അതും കൂടി കാണിച്ചു തരാം. കണ്ടോ എത്ര നല്ല സ്പേസ് ഇല്ല, നല്ല ലഗേജ് സ്പേസ് ഉണ്ട്. 5 പേരും അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യം, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിക്കിയൊക്കെ ഉണ്ടല്ലോ, ഡിക്കിലൊന്നും യാതൊരു വർക്കൊന്നും എടുത്തിട്ടില്ല, ഡിക്കി ഒന്നും അഴിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അതിനുള്ളിലൊക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ്. ഈ ഒരു സൈഡിലൊന്നും വേറെ പഞ്ചിങ്ങിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഡിക്കി ഡോറാണെങ്കിലും ഒറിജിനൽ ഡോറാണ്, ഗ്ലാസ്സും ഒക്കെ ഒറിജിനൽ കേട്ടോ. അപ്പോൾ പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ജസ്റ്റ് ഒരു ഇനിയും തിളക്കം ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ഒരു പോളിഷ്, ഒന്നും കൂടി ഇത് പോളിഷ് ചെയ്യുക, അത്രേ ഉള്ളൂ ചെയ്യാനുള്ളത്. നല്ലൊരു സ്പോയിലർ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുറകത്തെ ടയർ ഓൾമോസ്റ്റ് നമ്മൾ ആ സൈഡിൽ കണ്ട പോലെ തന്നെ ഒരു 60% ആണുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടത്തെ ടയർ ഒരു 70 to 80% ടയർസ് പറയാൻ പറ്റും. ബോഡിയൊന്നും വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, ബോഡിയുടെ മുകളിലൊന്നും വർക്കൊന്നും പെൻഡിങ്ങും ഇല്ല. നല്ലൊരു ഫുഡ് റെസ്റ്റും വാഹനത്തിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഏതായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. ഈ ഒരു ഫെൻഡറിൻ്റെ മുകളിലൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. HR26 ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ കീ ഇതാണ്, നമുക്ക് സ്പെയർ കീ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ കീ ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. യെസ്, കണ്ടോ സ്പെയർ കീ ഈ വാഹനത്തിൻ്റെ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. നല്ല പുതിയ കീ തന്നെ. ബാറ്ററി മാറ്റണം, ബാറ്ററി ഡൗൺ ആണ്. വണ്ടിയുടെ ബാറ്ററി അല്ല കേട്ടോ, ഈ സ്പെയർ കീയുടെ ബാറ്ററി ആട്ടോ ഞാൻ പറഞ്ഞത്. സ്പെയർ കീയുടെ ബട്ടൺസ് നിൽക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ബാറ്ററി ചേഞ്ച് ചെയ്താൽ വർക്കാവും. ഓക്കെ, അപ്പോൾ 2016 മാനുഫാക്ചറിങ് 16 തന്നെ രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള 98,000 ഓടിയിട്ടുള്ള 4x2 ഓട്ടോമാറ്റിക്കുള്ള പജറോ സ്പോർട്ടാണ്. HR26 ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 9,75,000 ആണ്. ഡൽഹിയിലത്തെ പ്രൈസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിനകത്ത് വാട്സപ്പിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിൽ ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ വണ്ടികളും വീഡിയോ എടുക്കാൻ കഴിയാറില്ല, ചില വണ്ടികൾ ഫോട്ടോസ് മാത്രമാണ് എടുക്കാൻ സമ്മതിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിനകത്താണ് പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടി സോൾഡ് ആയിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിനകത്താണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ കുറേ കാൾസ് ആ വാഹനത്തിനെ പറ്റിയിട്ട് വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാഹനത്തിൻ്റെ വില ഒന്നും കൂടി പറയാം, 9,75,000 ആണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോയ്ക്കകത്ത് 2 സ്ഥലത്ത് മാത്രമാണ് വില പറഞ്ഞിട്ടുള്ളത്. കാരണം വില ചോദിച്ചുകൊണ്ട് വീണ്ടും കോൾസ് വരാൻ ചാൻസ് ഉണ്ട്. 9,75,000 ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു, ബൈ.